ഹയർ സെക്കൻഡറി 2ാം വർഷ മലയാള പാഠപുസ്തകത്തിലെ 4ാമത്തെ പാഠമായ അവകാശങ്ങളുടെ പ്രശ്നം എന്ന പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇപ്രകാരമാണ്: അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ ഫോട്ടോ എന്ന വസ്തുവിനെ ദിവാകരൻ, കുട്ടികൾ എന്നീ കഥാപാത്രങ്ങൾ സമീപിക്കുന്ന രീതിയിലല്ല കച്ചവടക്കാർ സമീപിക്കുന്നത്. ഇത് എത്രത്തോളം ശരിയാണെന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കഥയിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ് ഫോട്ടോ എന്ന് പറയുന്നത്. ദിവാകരനും കുട്ടികൾക്കും ഫോട്ടോ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ടതാണ്. അവർക്ക് ചിത്രങ്ങൾ സ്നേഹവുമായി ബന്ധപ്പെട്ട ഓർമ്മകളുടെ അടയാളമാണ്. ദിവാകരൻ വളരെ നേരെ അന്വേഷിക്കുന്നത് മാതാപിതാക്കളുടെ ചിത്രങ്ങളാണ്. കുട്ടികളും പ്രതീക്ഷയോടെയാണ് ചിത്രങ്ങൾ തേടി വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങളോട് വൈകാരികമായ ഒരു അടുപ്പമുണ്ട് അവർക്ക്. സ്നേഹത്തിന്റെ അവശേഷിക്കുന്ന സ്മരണകളുമായി കോർത്തിണക്കിയാണ് അവർ ഈ ഛായാപടങ്ങളെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കച്ചവടക്കാർ ഛായാപടങ്ങളെ കാണുന്നത് വെറും കച്ചവട വസ്തുക്കൾ എന്ന നിലയ്ക്ക് മാത്രമാണ്. ചിത്രങ്ങൾ വിറ്റ് പണം സമ്പാദിക്കുക എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം. വിപണിയിൽ എത്തുമ്പോൾ എത്ര വിലപ്പെട്ട വസ്തുവിനും വിപണി നിശ്ചയിക്കുന്ന ഒരു വിലയാണുള്ളത്, അല്ലെ? പണം എത്ര കൊടുത്താൽ കിട്ടും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ വില. അതുകൊണ്ട് ആണ് നിസ്സംഗതയോടെ കച്ചവടക്കാർക്ക് സംസാരിക്കാൻ കഴിയുന്നത്. ദിവാകരൻ, കുട്ടികൾ, കച്ചവടക്കാർ എന്നിവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ സമീപനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അടുത്ത ചോദ്യം: ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തത്തിൽ മുങ്ങിപ്പോകുന്ന ഉപഭോക്താവിന്റെ ധർമ്മസങ്കടം ആവിഷ്കൃതമാകുന്ന കഥാസന്ദർഭങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു വലിയ തെരുവിൽ സൂപ്പർ മാർക്കറ്റിൽ എത്തുന്ന സാധാരണക്കാർ ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തം കണ്ട് പകച്ചു പോകാറുണ്ട് സാധാരണക്കാര്. അതുപോലെ തന്നെയാണ് ഇവിടെ ആയിരക്കണക്കിന് ചിത്രങ്ങളുള്ള കടകളിൽ എത്തുന്ന ദിവാകരന്റെയും അവസ്ഥ. ഏതു തിരഞ്ഞെടുക്കണമെന്നറിയാതെ ഉപഭോക്താവ് ധർമ്മസങ്കടത്തിലാകുന്നു. ഇരുഭാഗത്തുമുള്ള കടകളിൽ അസംഖ്യം ചിത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് ഈ കഥയിൽ കഥാകൃത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാം. അവയുടെ സംഖ്യ ദിവാകരനെ ഭയപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഒറ്റ മധ്യാഹ്നം കൊണ്ട് 10,000-കണക്കിന് ചിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് കടകളിലുള്ള 10,000-കണക്കിന് ചിത്രങ്ങളാണ് ദിവാകരന്റെ മുന്നിൽ എത്തുന്നത്. ദിവാകരൻ അമ്പരന്നു പോയി. ഇനി എത്രയെത്ര ചിത്രങ്ങളിലൂടെ കണ്ണോടിച്ചാലാണ് തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ലഭിക്കുക എന്നോർത്തിട്ട് വല്ലാത്ത ഭയം തോന്നി ദിവാകരന്. ഈ പ്രസ്താവനയിൽ നിന്ന് ഒരു ഉപഭോക്താവ് അകപ്പെട്ടിരിക്കുന്ന ഒരു കെണിയാണ് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത്. അതായത് പടങ്ങൾ നോക്കി ദിവാകരന്റെ കണ്ണുകൾക്ക് കനം വെച്ചിരിക്കുന്നു എന്ന് കഥാകാരൻ പറയുന്നുണ്ട്. അനേകം ചിത്രങ്ങളുടെ നിരയ്ക്ക് മുൻപിൽ എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ദിവാകരനെ നമുക്ക് കാണാൻ കഴിയുന്നു. മുഖങ്ങളുടെ സാദൃശ്യം അയാളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. തനിക്ക് തൻ്റെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ തൻ്റെ മാതാപിതാക്കളുടെ ചിത്രങ്ങൾ തിരിച്ചറിയാൻ കഴിയുമോ എന്ന ഒരു ചോദ്യം തന്നെ ദിവാകരന്റെ ഉള്ളിൽ അവസാനം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വിപണിയിൽ അത്യധികമായ വസ്തുക്കൾ, ഉൽപ്പന്നങ്ങൾ നിരത്തി വയ്ക്കുന്ന ഒരു ഇടത്ത് എത്തിച്ചേരുന്ന ഉപഭോക്താവിന്റെ അന്തസംഘർഷങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം: പത്മരാജന്റെ കഥകളിൽ ദൃശ്യഭാഷ കഥ പറച്ചിലിനുള്ള ഉപാധിയാകാറുണ്ട്. ഈ കഥയിലെ ഇത്തരം സന്ദർഭങ്ങൾ കണ്ടെത്തി ഇതിവൃത്തത്തിന് അവ എങ്ങനെ മിഴിവേകുന്നു എന്നൊരു നിരീക്ഷണക്കുറിപ്പ് രചിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പത്മരാജൻ ഒരു കഥാകൃത്ത് മാത്രമല്ല എന്ന് നമുക്കറിയാം, ഒരു ചലച്ചിത്ര സംവിധായകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഥകളിലും നോവലുകളിലുമൊക്കെ ദൃശ്യഭാഷയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത്. അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയ്ക്ക് ഒരു തിരക്കഥയുടെ സ്വഭാവമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ചിത്രങ്ങൾ വിൽക്കുന്ന തെരുവിൽ ദിവാകരൻ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭം മുതൽ ആ ദൃശ്യഭാഷയ്ക്ക് ഒരു വലിയ സ്ഥാനം കിട്ടുന്നുണ്ട്. പകച്ചു നിൽക്കുന്ന ദിവാകരന്റെ രൂപം നമ്മുടെ വായനക്കാരന്റെ കണ്ണിൽ നിന്ന് മായുകയില്ല. തെരുവിലെ കടകളിലൂടെ നടന്നു പോകുന്ന ദിവാകരൻ എന്ന കഥാപാത്രത്തിന്റെ ദൃശ്യം പല രീതിയിൽ നമ്മുടെ മുൻപിൽ എത്തുന്നുണ്ട്. രാത്രിയായപ്പോൾ കടകളിൽ കാണുന്ന വെളിച്ചത്തിന്റെ കാഴ്ച ദൃശ്യ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ഒന്നാണെന്ന് നമുക്ക് കാണാൻ കഴിയും. വെളിച്ചത്തിന്റെ സമാനത, എല്ലാ കടകളിലും വെളിച്ചം ഒരുപോലെയാണെങ്കിലും ഈ ചിത്രങ്ങൾ സൂക്ഷിക്കുന്ന മുറികളിലെ വെളിച്ചത്തിന്റെ സമാനത നമുക്കിവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളതാണ്. കഥാവസാനം കടന്നു വരുന്ന കൊച്ചുകുട്ടികളുടെ ദൃശ്യവും ഒരു പ്രത്യേകതയുള്ളതാണ്. കണ്ണുകൾ നിറച്ച് നിശബ്ദരായി കരയുന്ന കുട്ടികൾ നമുക്ക് വായനക്കാരുടെയും ഉള്ളിൽ ഒരു നോവായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കടക്കാരൻ ദിവാകരനെ വലിയ കടലാസ് കൂട്ടിലാക്കി പൊതിയുന്ന ദൃശ്യത്തിലാണ് ഈ കഥ അവസാനിക്കുന്നത്. അങ്ങനെ ആദ്യന്തം ദൃശ്യ സാധ്യത നിറഞ്ഞ ഒരു കഥയാണ് ഇത് എന്നത് തികച്ചും ഒരു വസ്തുത തന്നെയാണ്. അടുത്ത ചോദ്യം: വെളിച്ചം ചതിവിനുള്ള ഉപാധിയാകുന്ന സമകാലിക ചുറ്റുപാടുകളെ കുറിച്ചുള്ള നിങ്ങളുടെ കണ്ടെത്തലുകൾ ക്രോഡീകരിച്ച് പവർ പോയിന്റ് അവതരണത്തിനുള്ള സ്ലൈഡ് ഡിസൈൻ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിരവധി സ്ലൈഡുകൾ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, പുറം കാഴ്ചകളിൽ ഭ്രമിക്കാതിരിക്കുക, വെളിച്ചം കബളിപ്പിച്ചേക്കാം എന്ന് വേണമെങ്കിൽ നമുക്കൊരു സ്ലൈഡ് തയ്യാറാക്കാം. അതുപോലെ പ്രശസ്തമായ അക്കിത്തത്തിന്റെ വരികൾ നമുക്ക് കൊടുക്കാം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം എന്ന വരികൾ നമുക്ക് കൊടുക്കാം. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിലെ വരികള്. വേറൊന്ന്: വെളിച്ചം നിങ്ങളെ വഴിതെറ്റിക്കാം, പ്രകാശത്തിനുള്ളിലും
ഇരുട്ടിന്റെ കണികകൾ കാണാം എന്ന് വേണമെങ്കിൽ കൊടുക്കാം. കടുത്ത പ്രകാശത്തിൽ കാഴ്ചകൾ മങ്ങുന്നു, ഓർമ്മകൾ നഷ്ടമാകുന്നു, നമ്മെ തന്നെ നഷ്ടമാകുന്നു, വെളിച്ചത്തിന്റെ ചതിയിൽ വീഴാതിരിക്കുക എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ നിരവധി നിങ്ങളുടെ യുക്തിക്കനുസരിച്ചുള്ള സ്ലൈഡുകൾ നമുക്ക് തയ്യാറാക്കി വെക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, യാഥാർത്ഥ്യത്തിന്റെയും അയഥാർത്ഥ്യത്തിന്റെയും അതിരുകൾ മാഞ്ഞു പോകുന്നതിന്റെ ദൃശ്യം. മാർക്കസിന്റെ പ്രകാശം ജലം പോലെയാണ് പത്മരാജന്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്നീ കഥകൾ മാജിക്കൽ റിയലിസം, ഫാന്റസി എന്നീ രചനാതന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രചിച്ചിട്ടുള്ളതാണ്. മാർക്കസിന്റെ കഥകളിലെ മാന്ത്രികതയാണ് അതിന്റെ പ്രത്യേകതയെങ്കിൽ ആ ബൾബുകൾ പൊട്ടിച്ച് പ്രകാശത്തിന്റെ കുത്തൊഴുക്കിൽ ആ വീട്ടിൽ മുഴുവനും വെളിച്ചത്തിന്റെ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ആ കുട്ടികൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെ? അവിടെ പ്രകാശജലത്തിൽ ഉള്ളിയിടുന്ന കുട്ടികൾ യാഥാർത്ഥ്യത്തിന്റെയും ഒരു മായികതയുടെയും അതിർവരമ്പുകൾ നേർത്തതാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ദിവാകരന്റെ അന്വേഷണത്തിൽ യാഥാർത്ഥ്യത്തിന്റെയും അയഥാർത്ഥ്യത്തിന്റെയും രണ്ട് തലങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഥയുടെ അവസാനം അവിടെ ചിത്രങ്ങൾ വാങ്ങാൻ വന്ന ദിവാകരനെ കടലാസ് കൂട്ടിലാക്കി പൊതിഞ്ഞു കൊടുക്കുന്ന ആ ഒരു ദൃശ്യം എന്ന് പറയുന്നത് തികച്ചും ഫാന്റസി ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കുട്ടികൾ ദിവാകരനെ നോക്കി ഇതാണ് ഞങ്ങൾ അന്വേഷിച്ചു നടന്ന ചിത്രം എന്ന് പറയുന്ന ഒരു സന്ദർഭവും യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് നമുക്ക് ബോധ്യമാവുന്നുണ്ട്. അപ്പം ഈ രണ്ട് കഥകളിലും യാഥാർത്ഥ്യവും മായികതയും അല്ലെങ്കിൽ അയഥാർത്ഥവും തമ്മിൽ അതിർവരമ്പുകൾ ഇടകലർന്നു വരുന്നതിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം, ഐഡന്റിറ്റി കാർഡിന് വേണ്ടി മാത്രം സ്വന്തം ഫോട്ടോ എടുത്തിരുന്ന സമൂഹം ക്രമേണ സെൽഫിയിലേക്ക് മാറി. ഇതേക്കുറിച്ച് സംവാദം സംഘടിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മൾ സ്റ്റുഡിയോകളിലൊക്കെ പോയാൽ മാത്രമേ ഫോട്ടോ എടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഒരു ദിവസം എത്ര അധികം ചിത്രങ്ങളാണ്, എത്ര ഫോട്ടോകളാണ്, അല്ലെ? എത്ര സെൽഫികളാണ് നമ്മൾ എടുക്കുന്നത്. കാലം മാറുന്നതനുസരിച്ച് മനുഷ്യ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാറ്റങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ശാസ്ത്ര സാങ്കേതികതയുടെ വളർച്ച തന്നെയാണ്, പുരോഗതിയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ സ്റ്റുഡിയോകളിൽ പോയി ഫോട്ടോ എടുക്കുന്ന രീതി മാറിയിട്ട് നമ്മുടെ പുതിയ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ പലതും നമുക്ക് എത്ര വേണമെങ്കിലും ചിത്രങ്ങൾ എടുക്കാവുന്ന ഒരു സെൽഫി എന്ന് പറയുന്ന സംഭവത്തിലേക്കൊക്കെ നമ്മൾ മാറി. മൊബൈൽ ഫോണിന്റെ പ്രചാരം അതിന് പ്രധാനപ്പെട്ട കാരണമായി തീർന്നു. വളരെയധികം ആളുകൾ സദാ മൊബൈലിൽ തലപൂഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സ്വന്തം ചിത്രം എടുത്ത് കൊണ്ടിരിക്കുന്ന, അത് കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയും നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. ആധുനികര് എന്ന് അഭിമാനിക്കുന്ന നമ്മളെ മാത്രം സ്നേഹിക്കുന്നവരായി മാറിക്കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏത് രംഗവും നമുക്ക് പകർത്താനുള്ള ഒരു ദൃശ്യമാണ്, അല്ലെ? നമ്മൾ പല സംഭവങ്ങളും നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുപാടും കേൾക്കുന്നുണ്ട്. അക്രമങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ രണ്ടുപേര് തമ്മിൽ അടികൂടുമ്പോൾ പോലും അവരെ പിടിച്ചു മാറ്റുന്നതിനേക്കാൾ വ്യഗ്രതയിൽ എന്താണ് ചെയ്യുന്നത്? അവരുടെ ആ ചിത്രങ്ങൾ അല്ലെങ്കിൽ ആ സംഭവം വീഡിയോയിൽ പകർത്താനുള്ള, ക്യാമറയിൽ പകർത്താനുള്ള ഒരു ശ്രമം ആളുകൾ നടത്തുന്നതായിട്ട് ഇന്ന് നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട്. അത് നമ്മൾ മനഃപൂർവ്വം അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാകേണ്ടതാണ് എന്നതും കൂടെ ഉണ്ട്. അപ്പോൾ ഈ സാങ്കേതിക പുരോഗതിയെ നമുക്കൊരിക്കലും തള്ളിപ്പറയാൻ സാധിക്കുകയില്ല. എന്നാൽ അത് നമുക്കൊരു മൂല്യബോധം ഉണ്ടായിരിക്കുക. നമ്മൾ എന്താണ് ഓരോ സന്ദർഭത്തിലും ചെയ്യേണ്ടത് എന്ത്, ചെയ്യരുതാത്തത് എന്ത് എന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഭാഷാ പണ്ഡിതനായ റവറൻഡ് ജോർജ് മാത്തൻ ബാലാഭ്യസനം എന്ന പ്രഭാഷണത്തിൽ മാതൃഭാഷയാണ് പഠനമാധ്യമമായും ഭരണഭാഷയായും കോടതി ഭാഷയായും ഉപയോഗിക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. MBBS വിദ്യാർത്ഥികൾ താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനം പോലുള്ള നോവലുകളും ആർക്കിടെക്റ്റുകൾ ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ പോലുള്ള കൃതികളും വായിക്കുന്നത് നന്നായിരിക്കുമല്ലോ. ഈ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ തലങ്ങളിൽ മാതൃഭാഷയ്ക്ക് നൽകേണ്ട പ്രാധാന്യം വിലയിരുത്തി സെമിനാർ സംഘടിപ്പിക്കുക, ചുവടെ ചേർത്ത സൂചകങ്ങൾ പ്രയോജനപ്പെടുത്താം. ഇതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിന്റെ സൂചനകൾ തന്നിട്ടുണ്ട്. മാതൃഭാഷയും സാമൂഹിക ജീവിതവും, മാതൃഭാഷയും സംസ്കാരവും, മാതൃഭാഷയും ബോധന മാധ്യമവും, മാതൃഭാഷയും ഭരണഭാഷയും, മാതൃഭാഷയും മാധ്യമങ്ങളും. നമുക്കതിന്റെ ഒന്നാമത്തെ സൂചന നോക്കാം. മാതൃഭാഷയും സാമൂഹിക ജീവിതവും എന്ന ആ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം സാമൂഹിക ജീവിതം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മാതൃഭാഷ നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. മാതൃഭാഷയും സാമൂഹിക ജീവിതവും തമ്മിൽ വളരെ അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത്. ആശയവിനിമയത്തിനും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും മാതൃഭാഷയ്ക്ക് വലിയൊരു പങ്കാണുള്ളത്. എല്ലാവരും വ്യത്യസ്ത ഭാഷകളിലാണ്, ഒരു സമൂഹത്തിൽ എല്ലാവരും വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരായാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലെ? അത് ആരോഗ്യകരമായ ഒരു സാമൂഹിക ജീവിതം ഒരിക്കലും അവിടെ ഉണ്ടാവുകയില്ല. അപ്പോൾ തീർച്ചയായും സാമൂഹിക ജീവിതത്തിൽ മാതൃഭാഷയ്ക്കുള്ള പങ്ക് വളരെ പ്രധാനമാണ്. മറ്റൊന്ന് ഭാഷയും സംസ്കാരവും. ഓരോ ഭാഷയും ഓരോ സംസ്കാരവും കൂടിയാണ്. ഭാഷ ഒരു സംസ്കാരമാണ് എന്ന് ഭാഷാ പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത് കൊണ്ടാണ്. മലയാളം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്, അല്ലെ? ഒരു ഭാഷ മാത്രമല്ല. ഒരാളെ സ്വന്തം സംസ്കാരത്തിൽ ഉറപ്പിച്ചു നിർത്താൻ
അവൻ്റെ മാതൃഭാഷയ്ക്കാണ് സാധിക്കുക. മാതൃഭാഷയുടെ പിൻബലം നഷ്ടമാകുമ്പോൾ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ ബലം കൂടിയാണ് അവനിൽ നിന്ന് നഷ്ടമാകുന്നത്. നമ്മൾ പലപ്പോഴും താൽക്കാലിക നേട്ടങ്ങൾക്കായി മാത്രം പരക്കം പായുമ്പോൾ നമുക്കും ഈ ഒരു സാംസ്കാരിക പാരമ്പര്യവും പശ്ചാത്തലവുമാണ് നഷ്ടപ്പെടുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ബോധന മാധ്യമം, പഠിപ്പിക്കാനുള്ള മാധ്യമം മാതൃഭാഷയാകണമെന്നാണ് പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും അഭിപ്രായപ്പെടുന്നത്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്തെ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ തന്നെ ആകണം. കാരണം അതിനൊരു വൈകാരിക തലമുണ്ട്. കുട്ടികൾ അമ്മയിൽ നിന്ന് കേട്ട് പഠിക്കുന്നത്, അറിയുന്നത് ഒക്കെയാണ് മാതൃഭാഷ. അത് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ആ ഭാഷയിൽ തന്നെയാണ് പഠനം ക്രമീകരിക്കുന്നതെങ്കിൽ കാര്യങ്ങളെ പെട്ടെന്ന് ഗ്രഹിക്കുന്നതിനും അതിനൊരു അടിസ്ഥാനം ഉറപ്പിക്കുന്നതിനും അതുപോലെ ആ കുട്ടിയുടെ വൈകാരിക വളർച്ചയ്ക്കുമൊക്കെ ഈ ബോധന മാധ്യമം മാതൃഭാഷയാക്കുന്നതിലൂടെ സാധിക്കും. നമ്മൾ എന്തെങ്കിലും കാണാതെ പഠിച്ച് ആവർത്തിക്കുന്നതിലൂടെ നേടുന്ന അറിവിനേക്കാൾ ഏറ്റവും അവൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഷയിലൂടെയുള്ള അറിവായിരിക്കും അവന് ഏറ്റവും അധികം നീണ്ടു നിൽക്കുന്നത്. ഇനി ഭരണഭാഷ മാതൃഭാഷയാക്കിയാൽ മാത്രമേ എല്ലാ വിഭാഗം ജനങ്ങളെയും അതിൽ ഉൾക്കൊള്ളാൻ സാധിക്കൂ എന്നൊരു കാര്യവും കൂടിയുണ്ട്. വിദ്യാഭ്യാസം നേടിയ ഒരു വിഭാഗം മാത്രം മനസ്സിലാക്കുന്ന ഒരു ഭാഷ, ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയാണെങ്കിൽ അതിൽ പ്രാവീണ്യം നേടിയവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ഭരണഭാഷ മാതൃഭാഷയാവുകയാണെങ്കിൽ അത് മനസ്സിലാക്കുന്നതിനും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുന്നതിനും അത് മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനും മാതൃഭാഷ ഭരണഭാഷയാവുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ കോടതി ഭാഷയൊക്കെ മാതൃഭാഷയിലായിരിക്കുന്നതാണ് എപ്പോഴും ഏറ്റവും യോജ്യമായിട്ടുള്ളത്. അതുപോലെ മാധ്യമങ്ങളും മാതൃഭാഷയിലായിരിക്കണം അവരുടെ വാർത്തകളൊക്കെ അതുപോലെ പരിപാടികളും ഒക്കെ അവതരിപ്പിക്കേണ്ടത്. മാതൃഭാഷയുടെ ലോകം നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്കാരത്തിൻ്റെയും വൈകാരികമായ ഒരു തലത്തിൻ്റെയും കൂടെ ലോകമാണ്. അപ്പോൾ അത് ഉയർത്തിപ്പിടിക്കാൻ തീർച്ചയായും മാധ്യമങ്ങൾക്ക് ഒരു കടമയുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പുതിയ ഒരു മാധ്യമ സംസ്കാരം പലപ്പോഴും മാതൃഭാഷയെ അവഗണിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ തീർച്ചയായും അവർ ആ തെറ്റ് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരണം. കാരണം സംസ്കാരത്തെ സംരക്ഷിക്കാനുള്ള ഒരു ചുമതലയും ഓരോ ദേശത്തെയും മാധ്യമങ്ങൾക്കുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാതൃഭാഷ ഇങ്ങനെ അവഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഗാഢമായ ഒരു ചിന്ത നമുക്ക് ആവശ്യമാണ്. അധിനിവേശത്തിന്റെ ചരിത്രമുള്ള പല രാജ്യങ്ങളിലും, നമ്മുടെ രാജ്യം മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പം ആ മാതൃഭാഷ വെല്ലുവിളി നേരിടുന്ന പല രാജ്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെയും നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളും ഉണ്ട്. നമ്മുടെ എഴുത്തുകാരും നമ്മുടെ പണ്ഡിതരും ഒക്കെ ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ളതും കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മറ്റു ഭാഷകളോട് നമുക്ക് എതിർപ്പില്ല. മറ്റു ഭാഷകളെല്ലാം നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ഉപജീവനത്തിനൊക്കെ ആ ഭാഷകളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്, അതിന് പ്രാധാന്യവുമുണ്ട്. പക്ഷെ നമ്മുടെ ഭാഷയിൽ അടിത്തറ ഉറപ്പിച്ചതിന് ശേഷമേ മറ്റ് ഭാഷകളിലേക്ക് കാൽ വയ്ക്കാവൂ എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ ഒരു വസ്തുത. ഇതോടുകൂടി നമ്മുടെ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.